ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 25 നാണുച്ചട്ടമ്പി. ഭാഗം 25 നാണുച്ചട്ടമ്പി ഇവിടെ ആരംഭിക്കുന്നു. കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ പരമ സാത്വികനായ ഒരു ആചാര്യനായിരുന്നു. പുതുപ്പള്ളിയിലെ ചേമണ്ണൂരായിരുന്നു ആശാൻ്റെ പള്ളിക്കൂടം. അതിനാൽ ചേമണ്ണൂർ ആശാൻ എന്നും അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. കാവ്യം, നാടകം, അലങ്കാരം, തർക്കം, വ്യാകരണം, വേദാന്തം തുടങ്ങിയ വിദ്യാതലങ്ങളിൽ ആശാനോളം പാണ്ഡിത്യമുള്ളവർ അന്ന് വിരളമായിരുന്നു. കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നല്ല യോഗ്യതയായി കണക്കാക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു അത്. 60ഓളം വിദ്യാർത്ഥികളാണ് ആശാനു കീഴിൽ വിദ്യ അഭ്യസിച്ചിരുന്നത്. വിദ്യാർത്ഥികളുടെ വാസനയും ശേഷിയും പഠനകാലവും നോക്കിയായിരുന്നു ആശാൻ്റെ വിദ്യാദാനം. അതിനാൽ പലർക്കും പല ഭാഗങ്ങളാണ് ഒരേ സമയം പഠിക്കേണ്ടിയിരുന്നത്. നാണുവിനോട് മറ്റു വിദ്യാർത്ഥികളോടൊന്നുമില്ലാത്ത ഒരു മമതയും വാത്സല്യവും ആശാനുണ്ടായിരുന്നു. അതിന് കാരണം ശ്രവണം, മനനം, ഗ്രഹണം തുടങ്ങി ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ഉത്തമ ലക്ഷണങ്ങളെല്ലാം നാണുവിനുണ്ടായിരുന്നു എന്നതാണ്. ഒരിക്കൽ കേട്ടാൽ മതി, അത് എഴുതിയിട്ടതുപോലെ നാണുവിൻ്റെ ഹൃദയത്തിൽ പതിയും. പിന്നെ ഒരിക്കലും അത് മാഞ്ഞു പോവില്ലായിരുന്നു. ആശാൻ നാണുവിനെ ആദ്യം പഠിപ്പിച്ചത് കാളിദാസൻ്റെ രഘുവംശമായിരുന്നു. ദിവസം 2 ശ്ലോകങ്ങൾ വീതം. അതായിരുന്നു കണക്ക്. മറ്റു കുട്ടികൾക്ക് ആ 2 ശ്ലോകം വന്നത് ഒരു കുന്നോളമായിരുന്നുവെങ്കിൽ നാണുവിനത് കുന്നിക്കുരുവോളമായിരുന്നു. അതിനാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു നാളിൽ നാണു ആശാനോട് തൻ്റെ വിഷമം തുറന്നു പറഞ്ഞു. ഈ കണക്കിന് പോയാൽ എനിക്ക് പഠിപ്പ് അവസാനിപ്പിച്ച് ജീവിതലക്ഷ്യം തേടിപ്പോകാൻ സാധിക്കയില്ലല്ലോ. വിദ്യയെ സ്ഥാനമാനങ്ങൾക്കോ സുഖത്തിനോ സമ്പത്തിനോ ഉള്ള ഉപാധിയാക്കാതെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായി കണ്ട നാണുവിൻ്റെ വീക്ഷണവും ചിന്തയും രാമൻപിള്ള ആശാനിൽ വലിയ മതിപ്പുളവാക്കി. ആശാൻ വാത്സല്യത്തോടെ പറഞ്ഞു, നാണു, മുതിർന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പാഠഭാഗങ്ങൾ കൂടി ഇനി മുതൽ കേട്ടു പഠിച്ചുകൊള്ളുക. നാണുവിന് സന്തോഷമായി. അങ്ങനെ കാവ്യങ്ങളും അലങ്കാരങ്ങളും തർക്ക വ്യാകരണങ്ങളുമൊക്കെ നാണു ഹൃദിസ്ഥമാക്കി. അതോടെ മറ്റു വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുക എന്നതുകൂടി നാണുവിൻ്റെ ചുമതലയായി. ആശാന്റെ അസാന്നിധ്യത്തിൽ പഠിപ്പ് നയിക്കുവാൻ പോലും നാണു നിയോഗിക്കപ്പെട്ടു. വിദ്യാർത്ഥികൾക്കിടയിലുണ്ടാകുന്ന തർക്കങ്ങളും മറ്റും തീർപ്പാക്കുന്നതിലും ആശാനും നാണുവിൻ്റെ വാക്കായിരുന്നു അവസാനത്തേത്. ഇങ്ങനെയെല്ലാമുള്ള നാണുവിൻ്റെ അസാധാരണത്വവും ധിഷണാവൈഭവവും ധർമ്മനിഷ്ഠയും ബോധ്യപ്പെട്ട രാമൻപിള്ള ആശാൻ നാണുവിനെ വിദ്യാർത്ഥികളുടെ നായകനായി നിയമിച്ചു. ഈ നായകസ്ഥാനത്തിരിക്കുന്ന വിദ്യാർത്ഥിയെ അക്കാലത്ത് ചട്ടമ്പി എന്നാണ് വിളിച്ചിരുന്നത്. ആ പതിവനുസരിച്ച് നാണു ചട്ടമ്പിയായി വിളിക്കപ്പെടുവാൻ തുടങ്ങി. പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യരും വെളുത്തേരി കേശവൻ വൈദ്യരും അന്ന് അവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു. മഹാകുസൃതികളായിരുന്നു ഇരുവരും. നാണുവിനെ പലതവണ പ്രകോപിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും അക്കാര്യത്തിൽ അവരെന്നും പരാജയപ്പെടുകയേ ചെയ്തിട്ടുള്ളൂ. വാരണപ്പള്ളിയിലെ കാരണവരായ കൊച്ചുകൃഷ്ണപ്പണിക്കർ ഇടയ്ക്കിടെ രാമൻപിള്ള ആശാനെ സന്ദർശിച്ച് തൻ്റെ തറവാട്ടിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികളുടെ പഠനകാര്യങ്ങളെപ്പറ്റി ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു നാൾ കാണാനിടയായപ്പോൾ രാമൻപിള്ള ആശാൻ പറഞ്ഞതത്രയും നാണുവിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റിയായിരുന്നു. ഏതൊരു ആചാര്യനും അവരുടെ ശിഷ്യന്മാരിലൂടെയാണ് സ്മരണീയരായി നിലകൊള്ളുക. അങ്ങനെ നോക്കിയാൽ ഞാൻ സ്മരണീയനായി തീരുക നാണുവിലൂടെയാകാം. ആശാൻ പറഞ്ഞത് കൊച്ചുകൃഷ്ണപ്പണിക്കരും ശരിവെച്ചു. ശരിയാണത്. നാളെ വാരണപ്പള്ളി അറിയപ്പെടാൻ പോകുന്നതും നാണുവിനെ താമസിപ്പിച്ച് പഠിപ്പിച്ചതിൻ്റെ പേരിലാവും. ഇരുവരുടെയും നാണുവിൻ്റെ പേരിലുള്ള അഭിമാനത്തിന് കണക്കില്ലായിരുന്നു. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാ തവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. ശരണം 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 തരണേ ശിവഗിരി ഗുരു
തിരുപാദം ശരണം തേടുന്നടിയങ്ങൾ ഞങ്ങൾ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 25 നാണുച്ചട്ടമ്പി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.